ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പഴയ ആളുകൾ പറയാറുണ്ട് എപ്പോഴും അടുപ്പ് കത്തിക്കണം എന്നാലേ ആ വീടിനകത്ത് റഹ്മത്തും ബർക്കത്തും ഉണ്ടാകുക എന്നുള്ളൊരു ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോഴത്തെ പുതുതലമുറക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അരി വെക്കുന്നതൊക്കെ റൈസ് കുക്കറിനകത്തല്ലേ. ഞാനും അതിൽ പെട്ട ഒരാളാണ് കേട്ടോ. ഞാനും ഫുഡ് റൈസ് കുക്കറിനകത്താണ് ഇറക്കി വെക്കുക, അരി റൈസ് കുക്കറിനകത്താണ് ഇറക്കി വെക്കുക. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ നമ്മളുടെ അടുപ്പിനകത്ത് ഇട്ടിട്ട് അതൊന്ന് കത്തിച്ചെടുക്കും കേട്ടോ. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോകണ്ടെന്ന് വിചാരിച്ച് വീക്കിലി സൺഡേ സാറ്റർഡേ ഒക്കെയാണ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ സൈഡായിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ട്, തക്കാളി ചമ്മന്തി ഉണ്ട് കേട്ടോ. അതുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് എണ്ണ പരട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഒരു മടിയാണ് കേട്ടോ. എന്തായാലും പോയേ തീരും, എന്നാലും ജസ്റ്റ് ഒരു മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ സ്പീഡപ്പ് ആക്കും നമ്മുടെ പണികളൊക്കെ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ്. നമ്മൾ സ്കൂളിലെ ടൈമിൽ മാത്രമേ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി, അങ്ങനെ പെട്ടെന്ന് പുട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ. സ്പെഷ്യലായിട്ട് നമ്മൾ സാറ്റർഡേ പത്തിരിയും കറി, അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മൾ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ അങ്ങനത്തെ ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഉള്ളി തൊലിച്ച് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഈ പണികളൊക്കെ ഈസി ആയിട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. ഞാൻ തക്കാളി കഴുകിയിട്ടാണ് ഇതിനകത്തിട്ടുള്ളത്. അങ്ങനെ ഈ ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം ദോശയുടെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് നമുക്ക് ചട്നിയും വേറെ എന്ത് കറി ഉണ്ടെങ്കിലും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് മോൻ പറഞ്ഞു ചമ്മന്തി മാത്രം മതി, പിന്നെ എനിക്ക് ടൈമും ഇല്ല. അപ്പോൾ ചട്നി വേണോ അങ്ങനെ എന്തെങ്കിലും കറി വേണമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, ഇഡ്ഡലിക്ക് ചമ്മന്തി മാത്രം മതി എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, തക്കാളി, കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കിട്ടും ആദ്യം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി, തക്കാളി, അതുപോലെ മല്ലിച്ചപ്പ്, മുളക് പൊടി ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ആട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ തലേ ദിവസം ഉപ്പേരി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വന്നപ്പോൾ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഉപ്പേരി ഉണ്ട്, അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കും മോനിക്കും അത് ഇഷ്ടമാണ്, ബട്ട് മോൾക്കത് പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ചിക്കനും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്, പിന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തൊലിയൊക്കെ മുഴുവനും കളഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് സ്കൂളിൽ മക്കൾക്കൊക്കെ ഉപ്പേരി കൊണ്ടുപോകുന്നതിന് പകരം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് 2 തക്കാളി വേണം കേട്ടോ. തക്കാളി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലി നമ്മളുടെ ചമ്മന്തിയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്ന് കഴിക്കാൻ. ചില ടൈമുകളിൽ എനിക്ക് ഹാർഡായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ചമ്മന്തിയും കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ പണിയുടെ ഇടയിലാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. പിന്നെ മോൾക്ക് സലാഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കഴിയുമല്ലോ. കിയാറും അതുപോലെ ക്യാരറ്റും കേബേജൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് കൂട്ടാൻ്റെ കൂടെ സൈഡായിട്ട് സലാഡ് കൊടുത്തേക്കണത് അധിക പേരും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനും മോൾക്ക് എപ്പോഴും കൊടുക്കാറുണ്ട്. വെജിറ്റബിൾസ് അവൾക്ക് കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണെന്ന് വെജിറ്റബിൾ അവൾക്ക് പെടുകയും ചെയ്യും എന്നുള്ള രീതിക്ക് ഞാനിതെപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. കുക്കറിനകത്ത് നമ്മളുടെ ഉപ്പേരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു ഞാൻ എന്നാൽ എനിക്കും കുറച്ചും കൂടെ എടുക്കാമല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ എനിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കിയാറ്, അതുപോലെ ക്യാരറ്റ്. അവൾ കേബേജ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയില്ല. കുറച്ച് നാരങ്ങയും അതുപോലെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ മക്കൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസായിട്ട് ഇത് പെടുകയും ചെയ്യും. പിന്നെ അവൾക്ക് ചിക്കനോ അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും അധികം ഫ്രൈ ഐറ്റംസ് ആണ് കേട്ടോ അവൾക്ക് ഇഷ്ടം. പൊട്ടാറ്റോ, കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രിഞ്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്
ആൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ സൈഡായിട്ട് മിക്ക ദിവസങ്ങളിൽ ഇതും കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ സലാഡ് ബോക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തൊലി കളഞ്ഞ് വെച്ച അതല്ലാതെ ബാലൻസ് ആയിട്ട് ഇരിപ്പുണ്ട്, അപ്പോൾ എന്നാൽ ഞാനും കുറച്ച് സലാഡ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതിനകത്ത് കാബേജ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കാബേജ് കഴുകി അത് പാത്രത്തിലോട്ട് കട്ട് ചെയ്തു. ഇതിനകത്ത് തന്നെ കുറച്ച് നമ്മളുടെ പെപ്പർ പൗഡറും കൂടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇനി പൊടിക്കാൻ നിൽക്കണ്ടേന്ന് വിചാരിച്ച് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സലാഡിനകത്ത് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബോക്സിനോട്ട് അത് ആക്കണം കേട്ടോ. നമുക്ക് സ്കൂള് ഉള്ള ടൈമുകളിൽ ഇങ്ങനെ ഒരു 10-11 മണിയാകുമ്പോഴൊക്കെ വിശക്കുമല്ലോ, അപ്പോൾ ഒക്കെ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിടാൻ ടൈമിൽ കഴിക്കുക. ഇത് കൊണ്ടായി നമ്മളവിടെ ഒന്നുമില്ല കേട്ടോ, ടീച്ചേഴ്സൊക്കെ എടുക്കും, എന്നാലും ഞാൻ കയ്യിൽ പിടിച്ചു എന്ന് മാത്രം. പിന്നെ അവൾ പറഞ്ഞു പൊട്ടാറ്റോ ഫ്രൈ വേണ്ട എനിക്കായിരുന്നു. അപ്പോൾ കുറച്ച് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് അതൊന്ന് പുഴുങ്ങിയെടുത്ത് തൊലി കളഞ്ഞ് അവളുടെ ലഞ്ച് ബോക്സിനകത്ത് ആക്കാമല്ലോ വിചാരിച്ചു. നമ്മളുടെ കാടമുട്ട നമ്മൾ വെളിച്ചെണ്ണയും മുളക് പൊടിയും വഴറ്റിയിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ആൾക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, കാടമുട്ട മാത്രം അവളുടെ ബോക്സിനകത്ത് വെച്ച് കൊടുത്തു. കുട്ടികൾക്ക് മുട്ട സ്കൂളിൽ പറ്റൊന്നുമില്ല, എന്നാലും നമ്മളങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സിൽ പൊട്ടാറ്റോ, അതുപോലെ നമ്മളുടെ അരിമുളക് സുർക്കിയിലിട്ടത്, കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സ്കൂള്, 8 ഇംഗ്ലീഷ് മീഡിയം, നമ്മളുടെ കൊമ്പാക്കിൽ, അതായത് അലനെല്ലൂർ ഉള്ള സ്കൂളാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ അന്നത്തെ ദിവസം എനിക്കായിരുന്നു ഡ്യൂട്ടി കേട്ടോ. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വരുന്നത് നമ്മൾ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് വന്ന് വീട്ടിലെത്തി, പിന്നെ കുറച്ച് പഴം വഴറ്റി നമുക്ക് ചായക്ക് കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് പഴം വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.